വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ദിവസം നമുക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായം 25-ാമത്തെ വചനം ധ്യാനിക്കാം. യേശു അപ്പവും വീഞ്ഞും തൻ്റെ കരങ്ങളിൽ എടുത്തുയർത്തി ഭാഗിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. തുടർന്ന് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഏറ്റവും മഹത്തായ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, വിശുദ്ധ കുർബാന യേശുക്രിസ്തു സ്ഥാപിച്ചത് പെസഹ തിരുനാളിൻ്റെ സാഹചര്യത്തിലാണ്. ആണ്ടുതോറും പെസഹ അനുസ്മരണം കൊണ്ടാടിയിരുന്ന ഇസ്രായേൽ ജനത തങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് പെസഹായിൽ ആചരിച്ചിരുന്നത്. ആ തിരുനാൾ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ആ വിശുദ്ധ കുർബാന നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവിൻ എന്ന് അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, വിശുദ്ധ കുർബാനയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ, ഈ അനുസ്മരണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 6, 7, 8 തിരുവചനങ്ങളിൽ യേശുവിൻ്റെ ജനനത്തിന് 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആത്മീയ രഹസ്യം ഇതാ പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആ സത്യത്തെയാണ് ഈ ദിവസം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. ആകയാൽ യെശയ്യാ പ്രവചനം 25, 6-ാം തിരുവചനം ഞാൻ വായിക്കുകയാണ്. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പും മുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ഒരു വിരുന്നാണ് എന്ന് പിതാവായ ദൈവം യേശുവിൻ്റെ വരവിന് മുമ്പ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എല്ലാ വിശുദ്ധ കുർബാനകളിലും വിരുന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഒരു മേശമേലാണ്. കർത്താവിൻ്റെ മേശ എന്നാണ് ആ മേശയെ, അൾത്താരയെ വിളിക്കുക. ആ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നത് വിരുന്ന് ആണ്. ആ വിരുന്നിൽ പങ്കുകൊള്ളുവാൻ വേണ്ടിയാണ് സകല ജനങ്ങളും ആ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് ചേരുക. യേശുവിൻ്റെ മേശയ്ക്ക് ചുറ്റുമാണ് ദൈവജനം ഒരുമിച്ച് ചേരുന്നതും യേശുവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. യേശു ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് ചേർന്ന് തൻ്റെ ശരീരമെടുത്തുയർത്തി. എന്നിട്ട് യേശു അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാകുന്നു. തുടർന്ന് യേശു ആ അപ്പത്തെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ യേശു കാസയെടുത്തുയർത്തി ഇപ്രകാരം അരുളി ചെയ്തു, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ.
പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തം. യേശു തുടർന്ന് ആ പാനപാത്രം തൻ്റെ ശിഷ്യന്മാർക്ക് കുടിക്കുവാനായിട്ട് കൊടുത്തു. അങ്ങനെ അവർ ഒരു വലിയ വിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി. ആ വിരുന്നിൻ്റെ അനുസ്മരണമാണ് ഓരോ വിശുദ്ധ കുർബാനയും. പ്രിയപ്പെട്ടവരെ, ആ വിരുന്നിനെക്കുറിച്ച് പിതാവായ ദൈവം യേശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഈ പർവ്വതത്തിൽ സകല ജനതയ്ക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. ആ വിരുന്നിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ പർവ്വതത്തിൽ, ഏത് പർവ്വതമാണ്? കാൽവരി മല എന്ന പർവ്വതത്തെക്കുറിച്ചാണ് ഇതാ 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയത്. ആ കാൽവരി മലയിലാണ് യേശു തൻ്റെ ബലി അർപ്പിച്ചത്. യേശുവിൻ്റെ ബലിയർപ്പണം കാൽവരി മലയിലാണ്. യേശു വിശുദ്ധ കുർബാന അർപ്പിച്ചതും സ്ഥാപിച്ചതും അന്ത്യത്താഴ വേളയിലാണെങ്കിൽ യേശുവിൻ്റെ വിശുദ്ധ കുർബാന എന്ന ബലിയർപ്പണം പൂർത്തിയായത് കാൽവരി മലയിലാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത് കാൽവരി മലയിലാണ് എന്നതുകൊണ്ടാണ് ഈ പർവ്വതത്തിൽ എന്ന് പിതാവ് വളരെ വ്യക്തമായി യേശയ്യാ പ്രവാചകനിലൂടെ പറയുവാൻ കാരണം. തുടർന്ന് ഇതാ പിതാവ് ഇപ്രകാരം പറയുകയാണ്: ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ആ വിരുന്നിലെ വിഭവങ്ങൾ മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവം 1. 2, മേൽത്തരം വീഞ്ഞ്. മേൽത്തരം വീഞ്ഞ് യേശുവിൻ്റെ രക്തത്തെയും കൊഴുപ്പുമുറ്റിയ മജ്ജ യേശുവിൻ്റെ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുക. യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവുമാണ് ഈ ബലിയിലെ, ഈ വിരുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ ബലിയൊക്കെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ബലിയിൽ യേശുവിൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നാം ഓരോരുത്തരും അന്ന് യേശു അർപ്പിച്ച ആ വിരുന്നിൻ്റെ ഓർമ്മ ആചരിക്കുന്നതോടൊപ്പം ആ വിരുന്നിൽ പങ്കുചേരുന്ന നമുക്ക് ഓരോരുത്തർക്കും ജീവനുണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു: ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയിൽ നൽകാനുമാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ജീവൻ സമൃദ്ധിയായി സ്വീകരിക്കുന്നത് എപ്പോഴാണ്? ആ വ്യക്തി യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ആ വ്യക്തി ജീവൻ ശരിയായി സ്വീകരിക്കുക. സമൃദ്ധമായ ജീവൻ്റെ പ്രവാഹം ആ വ്യക്തിയിലേക്ക് ഒഴുകുന്നു. ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയിൽ നിന്ന് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ജീവൻ്റെ സ്രോതസ്സാണ് വിശുദ്ധ കുർബാന. ആ ജീവൻ്റെ സ്രോതസ്സായ വിരുന്നിലാണ് ഓരോ മകനും ഓരോ മകളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സ്വീകരിക്കുക എന്ന ആത്മീയ സത്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യെശയ്യാ പ്രവചനം 25:7 തിരുവചനം പറഞ്ഞു: സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകനിലൂടെ പിതാവായ ദൈവം വിവരിക്കുക. സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണ്? വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. ആദ്യം നമ്മൾ കണ്ടു വിശുദ്ധ കുർബാന ഒരു വിരുന്നാണ്. ഇതാ രണ്ടാമതായി വചനം നമ്മളെ ഓർപ്പിക്കുന്നു, വിശുദ്ധ കുർബാന ഒരു വിരുന്നാണ്, ഒരു ബലിയാണ്. ഈ ബലി ഇപ്രകാരം സംഭവിക്കാൻ കാരണം എന്താണ്? ബലി സംഭവിക്കാൻ കാരണം, ബലി അർപ്പിക്കപ്പെടുന്നത് എപ്പോഴും പാപപരിഹാരത്തിന് വേണ്ടിയാണ്. ബലികൾ 90% അർപ്പിക്കപ്പെടുക. ബലി അർപ്പിക്കപ്പെടുന്നത് പാപപരിഹാരത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ അനേകം ബലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാചീന മതങ്ങളിൽ ബലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബലികളുടെ പാരമ്പര്യം ഇപ്രകാരമാണ്: പാപം മോചിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ബലി അർപ്പിക്കുക. നമ്മൾ കാണുക,
അനേകം ബലികളിലും മുഖ്യമായിട്ടുള്ള ബലിവസ്തു ഒരു ബലിമൃഗമാണ്. ഒരാടിനെയോ ഒരു കാളയെയോ കാളകളെയും ആടുകളെയും കൊന്ന് അതിൻ്റെ രക്തം ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ, ബലിപീഠത്തിൽ തളിക്കുമ്പോൾ, ബലി ആർക്കു വേണ്ടി അർപ്പിച്ചു ആ വ്യക്തിയുടെ മേൽ തളിക്കുമ്പോൾ അവിടെ പാപമോചനം സംഭവിക്കും എന്ന ഒരു വിശ്വാസമാണ് ജനതകളിൽ ഉണ്ടായിരുന്നത്. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ 14 തിരുവചനം നമ്മൾ വായിച്ചാൽ, മോശ കാളയെ കൊന്ന് ബലിപീഠത്തിൽ ബലിമൃഗത്തിൻ്റെ രക്തം തളിച്ചു. തുടർന്ന് ആ രക്തം ജനതകളുടെ മേൽ തളിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ തളിച്ച് ബലിയുടെ ആ ഉടമ്പടി അവിടെ ഉറപ്പിച്ചു. ബലിയുടെ ഉടമ്പടി ഉറപ്പിച്ച് ഇപ്രകാരം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഇത് രക്തത്തിൻ്റെ ഉടമ്പടിയാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തത്തിൻ്റെ ഉടമ്പടിയാണ്. ചിന്തപ്പെടുന്ന രക്തത്തിൻ്റെ ഉടമ്പടി, ആ ഉടമ്പടിയുടെ ആവർത്തനമാണ് യേശുവിൻ്റെ ബലിയിലും സംഭവിച്ചത്. ഇതാ നമ്മൾ കാണുകയാണ്. ഹെബ്രായ ലേഖനം 10 അധ്യായം 4-5 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കാളകളുടെയോ കോലാടുകളുടെയോ രക്തത്തിന് മനുഷ്യൻ്റെ പാപം മോചിക്കാൻ കഴിയുകയില്ലാത്തതുകൊണ്ട് പിതാവായ ദൈവം പുത്രനായ യേശുവിന് ഒരു ശരീരം നൽകി. അവൻ ആ ശരീരവുമായി ഈ ലോകത്തിലേക്ക് വന്ന് ആ ശരീരത്തിൽ ബലിയർപ്പിച്ചു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഹെബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി പരാമർശിക്കുന്ന കാര്യം, കാളകളുടെയോ കോലാടുകളുടെയോ രക്തത്തിന് മനുഷ്യൻ്റെ പാപം മോചിക്കാൻ സാധിക്കുകയില്ലെന്നും അതുകൊണ്ട് എന്നേക്കുമായി മനുഷ്യൻ്റെ പാപം മോചിക്കപ്പെടുന്നതിന് വേണ്ടി യേശു ഒരു ബലിയർപ്പിച്ചു. ആ ബലിയാണ് വിശുദ്ധ കുർബാന എന്ന ബലി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ബലിയർപ്പണം പൂർണ്ണമായത് കാൽവരിയിലാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാൽവരിയിൽ യേശു ബലിയർപ്പിച്ചപ്പോൾ വലിയൊരു സംഭവമുണ്ടായി. മത്തായി സുവിശേഷം 27 അധ്യായം 51-52 തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഉടനെ തന്നെ ജെറൂസലേം ദേവാലയത്തിലെ തിരശീല 2 കീറി, പാറകൾ പിളർക്കപ്പെട്ടു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, മരിച്ച വിശുദ്ധരുടെ ശവശരീരങ്ങൾ പുറത്തു വരികയും അവർ വിശുദ്ധ നഗരത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം വലിയൊരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതാ യെശയ്യാ പ്രവചനം 25:7 പറഞ്ഞു, സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളിൽ മറച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. യേശു ഈ പർവ്വതത്തിലാണ് മരിച്ചത്. കാൽവരി എന്ന പർവ്വതത്തിലാണ് യേശു മരിച്ചത്. യേശു മരിച്ച സമയത്ത് ഇതാ മൂടുപടം നീക്കപ്പെട്ടു. ജെറൂസലേം ദേവാലയത്തിനും മുമ്പിൽ കിടന്നിരുന്ന, അൾത്താരയ്ക്ക് മുമ്പിൽ കിടന്നിരുന്ന, വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കിടന്നിരുന്ന വിരി 2 നീക്കപ്പെട്ടു. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസം ഇപ്രകാരമായിരുന്നു. അവർ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ മനുഷ്യന് യോഗ്യതയില്ല. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, നീ ദേവാലയം പണിയുമ്പോൾ ദേവാലയത്തിലെ അതിവിശ്വസ്ത സ്ഥലത്തെ നീ ഒരു വിരി കൊണ്ട് മറയ്ക്കണം. ജനം അതിക്രമിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാതിരിക്കണം. അതുകൊണ്ട് അത് മറയ്ക്കുവാനും ആ മറയ്ക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം സൂക്ഷിക്കുവാനും ആവശ്യപ്പെട്ടു. വാഗ്ദാന പേടകം എവിടെ സ്ഥിതി ചെയ്യുന്നു, അവിടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഇതാ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. പാപം ചെയ്തതിലൂടെ മനുഷ്യൻ്റെ മേൽ വന്ന മൂടുപടം, മറ നീക്കപ്പെടുകയാണ്. എപ്പോൾ? യേശു കുരിശിൽ മരിച്ചപ്പോൾ. യേശുവിൻ്റെ കുരിശ് മരണത്തോടെ മനുഷ്യൻ്റെ മേലുള്ള മറ നീക്കപ്പെട്ടു. അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറഞ്ഞത്, സകല ജനത്തെയും മറച്ചിരിക്കുന്ന വിരി, മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. യേശുവിൻ്റെ മരണത്തോടെ അത് നീങ്ങി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള
അനുവാദം ലഭിച്ചു. പാപം മോചിക്കപ്പെട്ടു. സകലരുടെയും പാപം മോചിക്കപ്പെട്ടു. യേശുവിൻ്റെ ഒരു ബലി വഴിയായി പാപം മോചിക്കപ്പെട്ടു. അതുവരെ കബറിടങ്ങളിൽ അടക്കപ്പെട്ടിരുന്ന ശവശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അവർ പുതിയ വ്യക്തികളായിട്ട് ഇതാ പുറത്തേക്ക് വരാനായിട്ടിടയായി. മരിച്ചവർ ഉയർക്കുന്ന നിമിഷം, പാപം മോചിക്കപ്പെടുന്ന നിമിഷം, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നിമിഷം, ഇതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുക. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന ഈ അതിശയകരമായ അത്ഭുതത്തെയാണ് യെശയ്യാ പ്രവാചകനിലൂടെ 800 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം വെളിപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി: അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. ഈ തിരുവചനങ്ങളിൽ 2 പ്രധാനപ്പെട്ട പദങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കണ്ണീര്, സകല ജനപദങ്ങളുടെയും കണ്ണീര്. 2, അപമാനം, ജനത്തിൻ്റെ മേൽ വന്ന അപമാനം. ദൈവജനത്തിൻ്റെ മേൽ വന്ന കണ്ണീരും ദൈവജനത്തിൻ്റെ മേൽ വന്ന അപമാനവും എവിടെയാണ് നീക്കിക്കളയുക? ഈ പർവ്വതത്തിൽ വെച്ച് പിതാവായ ദൈവം നീക്കിക്കളയുന്നു. എപ്പോൾ? പുത്രനായ യേശു ഇതാ ബലിയർപ്പിച്ചപ്പോൾ ആ ബലിയർപ്പണത്തിൽ സകല ജനത്തിൻ്റെയും മേൽ വന്ന കണ്ണീര് നീക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ, കണ്ണീരെന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും നമ്മുടെ കഷ്ടതകളും യാതനകളും വേദനകളുമാണ് കണ്ണീര് കൊണ്ട് ഉദ്ദേശിക്കുക. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, യേശുവിൻ്റെ കുരിശുമരണത്തിലാണ് നമ്മുടെ യാതനകൾക്കും നമ്മുടെ വേദനകൾക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും പരിഹാരം നമുക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ കുരിശുമരണത്തിലാണ്. മറ്റൊന്നിലും ശാശ്വതമായ സൗഖ്യത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയില്ല. മരണം നീങ്ങിപ്പോവുകയാണ്. പാപത്തിൻ്റെ അനന്തരഫലമായ ശമ്പളമാണ് മരണം. ആ മരണം നീങ്ങിപ്പോവുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 6-ാം അധ്യായം 23 നമ്മളോട് അരുളി ചെയ്തു: പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം മനുഷ്യനെ വിട്ടുപോകുന്നു. മരണത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് കണ്ണീര്, ദുഃഖം, വേദന, കഷ്ടപ്പാട്. ഇതെല്ലാം മരണത്തിൻ്റെ വിവിധ മുഖങ്ങളാണ്. ആ മരണം വിച്ഛേദിക്കപ്പെടുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിൽ, ബലിയർപ്പണത്തിൽ മരണം വിച്ഛേദിക്കപ്പെടുന്നു. ഇതാ യേശു തൻ്റെ അൾത്താരയിലെ ബലിയർപ്പണത്തിൽ ഓരോ ദിവസവും നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മേൽ വന്ന മരണത്തിൻ്റെ നിഴൽ ഓരോ ബലിയിലും അർപ്പിക്കുക. ആ ബലിയർപ്പണത്തിൽ മരണത്തിൻ്റെ നിഴൽ നീങ്ങിപ്പോകും. ജനത്തെ ഗ്രസിച്ചിരിക്കുന്ന മരണം നീങ്ങിപ്പോകും. കണ്ണീര് തുടച്ചു മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി നാം കാണുന്നു അപമാനം. ജനത്തിൻ്റെ മേൽ വന്ന അപമാനം, ദൈവജനത്തിൻ്റെ മേൽ വന്ന അപമാനം. എന്താണ് അപമാനം? ദൈവജനത്തിൻ്റെ മേൽ വന്ന അപമാനം മറ്റൊന്നുമല്ല, നാം ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമായി നമ്മളിലേക്ക് പ്രവേശിച്ച പലതരത്തിലുള്ള ശാപങ്ങൾ. ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സമാക്കപ്പെട്ട് നിൽക്കുന്ന സ്ഥായിയായ ചില അനുഭവങ്ങളെയാണ് ശാപങ്ങൾ എന്ന് നാം വിളിക്കുക. ഈ ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ദൈവകൃപയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുക. നമ്മുടെ പാപം വഴിയായി നമ്മളിലേക്ക് പല ശാപങ്ങളും കടന്നു വരും. ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സപ്പെടും. ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാൽ തടസ്സപ്പെട്ട് മുറിക്കപ്പെട്ടു പോകും. അതിനെയാണ് ശാപം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അത് നമ്മിൽ മാത്രം, നമ്മുടെ പാപം മൂലം മാത്രമല്ല, നമ്മുടെ പഴയ തലമുറകൾ അവർ ചെയ്തു കൂട്ടിയ പാപവും അതിലൂടെയുണ്ടായ ശാപവും അവരിൽ നിന്ന് നമ്മളിലേക്ക് വരുവാനായിട്ടിടയാകും. അപ്രകാരം നമ്മളിലേക്ക് കടന്നു വരുന്ന ആ തിന്മയുടെ ശാപങ്ങൾ നീങ്ങിപ്പോകുന്നത്, തുടച്ചു മാറ്റപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ശാപങ്ങൾ മുറിക്കപ്പെടുന്ന അനുഭവമാണ്. ബന്ധനങ്ങൾ പിഴുതു മാറ്റപ്പെടുന്ന അനുഭവമാണ്. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ
അവരനുഭവിക്കുന്ന ശാപങ്ങളുടെ മേഖലകൾ അർപ്പിക്കുമ്പോൾ അവർക്ക് മോചനം ഉണ്ടാകുന്നതായി അതിശയകരമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞാൻ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ അരികിൽ ഒരു സഹോദരി വരാനായിട്ടിടയായി. അവർ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 സഹോദരിമാരാണ്. 4 സഹോദരിമാരിൽ 2 പേരുടെ വിവാഹം നടന്നു. ഞങ്ങൾ 2 സഹോദരിമാരുടെ വിവാഹം നടക്കുന്നില്ല. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ 2 സഹോദരങ്ങളും ഇതുപോലെ അവിവാഹിതരായി നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ 2 ആൻറ്റിമാർ അവിവാഹിതരായി നിൽക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വിവാഹം നടക്കാതെ വിവാഹിതനാകാതെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു ശാപം കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും പല പാപവും ചെയ്യാൻ ഇടയായിട്ടുണ്ടാകാം. ഇതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ തടസ്സം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ വന്ന ശാപം എന്തുമാകട്ടെ, യേശുവിൻ്റെ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഈ ശാപം അർപ്പിച്ചാൽ ശാപത്തിൽ നിന്ന് മോചനം കുർബാനയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്ന ഓരോ ശാപവും മുറിക്കപ്പെടും, നീക്കപ്പെടും, ബന്ധനങ്ങൾ മാറി ഇല്ലാതാകും. യേശു പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ 3 വിഷയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ഈ 3 വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സമർപ്പിക്കുക. ഒന്നാമതായി തിരിച്ചറിയുക, വിശുദ്ധ കുർബാന ഒരു വിരുന്നാണ്. രണ്ടാമതായി തിരിച്ചറിയുക, വിശുദ്ധ കുർബാന ഒരു ബലിയർപ്പണമാണ്. മൂന്നാമതായി തിരിച്ചറിയുക, വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണീരും ശാപവും തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാലാണ്. ആകയാൽ ഈ നീർച്ചാലിലേക്ക്, കൃപയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഈ ഓർമ്മ ആചരണത്തിനായി ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ക്ഷണിക്കുന്നു. ആത്മീയമായ ഉണർവിൻ്റെ ദിവസമായി ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കുമ്പോൾ നിങ്ങളിൽ രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാ